ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇതെന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു രൂപം കിട്ടുന്നുണ്ടാവുമല്ലോ അല്ലേ. പച്ചച്ചക്ക അരിഞ്ഞത്, കുടംപുളി, പച്ചക്കുടംപുളി, പച്ചമാങ്ങ അരിഞ്ഞത്, ഇത് നമ്മുടെ ചക്കക്കുരു, പ്രോട്ടീൻ സമ്പന്നമായ ചക്കക്കുരു എന്ന് തന്നെ പറയാം. ഇത്രയും പ്രോട്ടീനുള്ളൊരു നട്ട് വേറെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അതുപോലെ മാങ്ങ ചെറുതായി അരിഞ്ഞിട്ട് വെറുതെ ഉപ്പിട്ടിട്ട് ഒരു ദിവസം വെച്ചതിന് ശേഷം അത് ഞാൻ നേരെ ഫ്രീസറിലേക്ക് അതിൻ്റെ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് വെച്ചതാണ് കേട്ടോ. ഇത് നമുക്ക് അങ്ങനെ ഡ്രൈ ആയൊന്നും ഒട്ടിപ്പിടിച്ചൊന്നും ഇരിക്കില്ല. ഇത് ഇതുപോലെ തന്നെ ഇരിക്കും കേട്ടോ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ. ഇതൊക്കെ ഇങ്ങനെ വെക്കാൻ കാരണം എന്താണെന്നറിയോ? എൻ്റെ ഹസ്ബൻഡിന് ഇതങ്ങനത്തെ ഈ നാടൻ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആൾ നാട്ടിലേക്ക് വരുമ്പോഴത്തേനും ഈ ചക്കയുടെ സീസണൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ചക്കക്കുരും മാങ്ങയും ചെമ്മീനൊക്കെ ഇട്ടൊരു കറി വെക്കുന്നതൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. അപ്പോൾ നമുക്കിതൊക്കെ നാട്ടിൽ നിന്ന് കഴിക്കുമ്പോൾ ഭയങ്കര ഒരു മിസ് ചെയ്യലാണ്. ആൾക്കിതൊന്നും കിട്ടുന്നില്ലല്ലോ എന്നുള്ളത്. അത് മിക്ക പ്രവാസികളുടെ ഭാര്യമാർക്കും ഉണ്ടാകുന്ന ഒരു ഫീലാണത്. അവിടെ ഇതൊന്നും കിട്ടാണ്ടല്ല, അവിടെയൊക്കെ ഇതിനേക്കാളും ഫ്രഷായിട്ട് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഇപ്പോൾ ഇഷ്ടം പോലെ നമ്മളെ നാട്ടിലേക്കാളും നല്ല ഫ്രഷ് സാധനങ്ങളൊക്കെ കിട്ടും. എന്നാലും നമ്മളെ നാട്ടിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളുടെ ഒരു പവർ അത് വേറെ തന്നെയാണല്ലോ. ആ ഒരു ഇഷ്ടം, ആ ഒരു നൊസ്റ്റാൾജിയൊക്കെ ഒന്ന് വേറെ തന്നെയാണല്ലോ. ഇതൊക്കെ നമ്മൾ അരിഞ്ഞ് സൂക്ഷിച്ച് ഫ്രിഡ്ജിലവിടെ വെച്ചാൽ അടുത്ത വർഷം ഒന്നും ആവാതെ തന്നെ ഇരിക്കും. അതുപോലെ ഈ ഒരു എന്താ പറയുക, പച്ചക്കുടംപുളി ഫ്രീസ് ചെയ്തതിപ്പോൾ 2 വർഷമായിട്ടാണ് അവിടെ ഇരിക്കുന്നത്. ഒരു കുഴപ്പമില്ല, 2 വർഷമായി ഞാനത് എടുത്ത് ഉപയോഗിക്കുന്നു. ഈ പച്ചമാങ്ങ ഇതേപോലെ ഇരിക്കും, ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. നമ്മൾ ഉപയോഗിക്കാൻ നേരത്ത് കുറച്ച് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചാൽ മതി. അതേപോലെ തന്നെയാണ് ഈ ഫ്രീസ് ചെയ്ത് വെച്ച ചക്കക്കുരുവിൻ്റെ കാര്യം. ഇത് അറിയാത്തവരുണ്ടെങ്കിൽ, മിക്ക ആൾക്കാർക്കും അറിയായിരിക്കും, അറിയാത്തവരുണ്ടെങ്കിൽ അവരിലേക്കൊന്ന് എത്തിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇട്ടതാണ്. ഇതുപോലെ തൊലി കളഞ്ഞ് വെച്ചാൽ മതി. ഈ മുകളിലുള്ള ചുവപ്പ് തൊലി ഒരു കാരണവശാലും നിങ്ങൾ കളയരുത്. അത്രയും പ്രോട്ടീനും വിറ്റാമിനും കാൽഷ്യം ഒക്കെ അടങ്ങിയിട്ടുള്ളൊരു സാധനമാണ് ഇതിൻ്റെ തൊലി. അതുപോലെ തന്നെയാണ് ഈ പച്ചച്ചക്ക, ഉപ്പേരിച്ചക്ക ഉണ്ടല്ലോ, ചെറിയ ചക്ക അരിഞ്ഞു വെച്ചതാണിത്. ഇതും ഒരു കേടും കൂടില്ല, ഒരു കേടും വരില്ല. ഇടയ്ക്ക് നാവൊക്കെ കൊഞ്ഞിച്ച് പോകണം. അത് ഈ പുളിയുള്ള മാങ്ങ കണ്ടിട്ടാണ് വായന്ന് ഇങ്ങനെ വെള്ളം വരുന്നുണ്ട്. പക്ഷേ എനിക്ക് അത്ര കഴിക്കാൻ ഇഷ്ടമല്ല. എന്നാലും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുമ്പോൾ വായന്നൊരു വെള്ളം വരലാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. ഇതുപോലെ ആർക്കെങ്കിലുമൊക്കെ നൊസ്റ്റാൾജി ഉണ്ടെങ്കിൽ ഇങ്ങനെ ഫ്രീസ് ചെയ്ത് വെക്കുക, ഫ്രീസറിൽ വെക്കുക. അപ്പോൾ അവിടെ കിടന്നോളും. ഇതിപ്പോൾ ഞാൻ 2 ദിവസമേ ആയിട്ടുള്ളൂ കേട്ടോ ഫ്രീസറിലേക്ക് എടുത്ത് വെച്ചിട്ട്. ഇത് മാത്രം ഒരു 2 വർഷമായ പുളിയാണ്.